വിവേചന ബുദ്ധിയോടെ രാമായണത്തെ സമീപിക്കണമെന്ന് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ. സമകാലിക മാനവിക മൂല്യങ്ങൾ വെച്ച് അളക്കുമ്പോൾ രാമായണത്തിൽ പലതും ഇന്ന് ശരിയല്ലെന്ന് തോന്നും. അതിനാൽ വിവേകത്തോടെ രാമായണത്തെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ചാവറ കൾച്ചറൽ സെന്ററിൽ രാമായണ മാസാചരണവും മതസൗഹാർദ്ദ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി ധർമ്മചൈതന്യ. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ചാവറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിവ് തെറ്റാതെ ഇത്തവണയും രാമായണ മാസാചരണവും മതസൗഹൃദ സമ്മേളനവും നടന്നു. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ മതസൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിൽ നിന്ന് കൊള്ളേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിരാകരിക്കപ്പെടേണ്ട ചില മൂല്യങ്ങളുമുണ്ട്. ഈ വിവേചന ബുദ്ധിയോടുകൂടി രാമായണ പാരായണം നടത്തുമ്പോൾ രാമായണം പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ ഘടനയുടേതായ അവസ്ഥാഭേദങ്ങൾ പൂർണ്ണമായും സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഈ സ്ത്രീ സ്വാതന്ത്ര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മലയാളത്തിൽ ഒരാളൊരു കവിയായി തീരണമെന്നുണ്ടെങ്കിൽ അയാൾ എഴുത്തച്ഛനെ വായിച്ചിരിക്കണം. ഗുരുക്കന്മാരും വേദങ്ങളും ഒരു മതത്തിന്റെ ഭാഗമായി തീരുക എന്നത് മാനവരാശിയോട് മതങ്ങൾ പുലർത്തുന്ന ഏറ്റവും വലിയ നീതികേടാണെന്ന് ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ CH മുസ്തഫ മൗലവി പറഞ്ഞു. വേദങ്ങൾ ഒരു മതക്കാരുടെ മാത്രം കുത്തകയായി മാറുക, അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ അത് കൊണ്ടു നടക്കുക എന്നുള്ളത് മാനവരാശിയോട് ഒരുപക്ഷെ മതങ്ങൾ പുലർത്തുന്ന അല്ലെങ്കിൽ മതസമൂഹങ്ങൾ പുലർത്തുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കർക്കിടക മാസം ആത്മീയതയുടെ വിളവെടുപ്പ് കാലമാണെന്ന് സെന്റ് ജോസഫ്സ് മൊണാസ്ട്രി സുപ്പീരിയർ ഫാദർ മാത്യു കോയിക്കര അഭിപ്രായപ്പെട്ടു. രാമായണം പദം വിഭജിച്ചാൽ കിട്ടുന്നത് രാമൻ അയനമെന്നാണല്ലോ. ദ പാത്ത് ടു രാമ, രാമനിലേക്കുള്ള വഴി, നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വഴി. ഒരു ആത്മപരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ഈ രാമായണത്തിൽ ചില മുത്തുകളെ കണ്ടെത്താൻ സാധിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ ഒരു ശാന്തി ലഭിക്കുവാനായിട്ട് ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള മൂല്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ഈ കർക്കിടക മാസവും ഒരു ആത്മീയതയുടെ വിളവെടുപ്പ് കാലമായിട്ട് എനിക്ക് തോന്നുകയാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ. സമ്മേളനത്തിൽ SH കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി B രാമായണ പാരായണം നടത്തി. കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം കൂടി മതസൗഹാർദ്ദ പരിപാടിയുടെ ഭാഗമായി നടന്നു. അമൃത ന്യൂസ്, കൊച്ചി.